Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 3, Moment Distribution Method. Today's topic, Analysis of Frames. Moment Distribution Method. Analysis of Frames. Problem number 11. Question. Analyze the frame. The figure as shown here. ഒരു ഫ്രെയിമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ഫ്രെയിമാണ് കാണിച്ചിട്ടുള്ളത്. എ ബി സി ആൻഡ് ആൻ ഓവർഹാങ് ഡി. ഓക്കെ, ഓവർഹാങ് ഡി. എ ബിയില് പോയിന്റ് ലോഡ് യു ഡി എൽ ഉണ്ട് 2.4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 4 മീറ്ററിലാണ്, 4 മീറ്റർ സ്പാൻ എ ബിയിലാണ് 2.4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ആൻഡ് ബി ഡി ഇറ്റ്സ് ആൻ ഓവർഹാങ്. ഡിയിൽ 10 കിലോ ന്യൂട്ടൺ, അതിന്റെ സ്പാൻ 1.5 മീറ്റർ. ദെൻ ബി സി കോളമാണ്. ബി സിയിൽ മിഡിലായിട്ട് 12 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ സ്പാൻ 3 മീറ്റർ ആണ്. 1.5 മാറിയിട്ട് 12 കിലോ ന്യൂട്ടൺ ആണ് കറക്റ്റ് മിഡിലിൽ കോളത്തിൽ ആക്ട് ചെയ്യുന്നത്. എയും ഫിക്സ്ഡ് ആണ്, സിയും ഫിക്സ്ഡ് ആണ്. ആൻഡ് ആൻ ഓവർഹാങ് ഹിയർ ബി ഡി. ഇങ്ങനെ ഒരു ഫ്രെയിം വന്നാൽ നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഈ ഫ്രെയിമിനെ ഒന്ന് അനലൈസ് ചെയ്യാം. So, let's see the solution. Moment distribution മെത്തേഡിൽ എല്ലാവർക്കും സ്റ്റെപ്പ് ഓർമ്മയുണ്ട്. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1, find out the fixed end moments. നമുക്ക് ആദ്യം ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാം. We know the equations. Okay, for span AB, M bar AB എന്താ? It's a UDL, so minus WL square by 12. Okay, minus WL square by 12. Here W 2.4 kilo Newton per meter, L 4 meter ആണ്. So substitute all the values. Minus W, it is 2.4 into L 4 square divided by 12. Clear ആണല്ലോ? Clear അല്ലേ? Okay, answer എത്ര കിട്ടി? Minus 2.4 into 4 square divided by 12. It is minus 3.2 kilo Newton meter. Okay. Then M bar BA. It is plus WL square by 12. Plus WL square by 12. Substitute here again. W, it is 2.4 into 4 square divided by 12. It is plus 3.2 kilo Newton meter. ഇനി നമുക്ക് സ്പാൻ ബി സി, എം ബാർ ബി സി. ഇറ്റ്സ് എ UDL, ഇറ്റ്സ് എ പോയിന്റ് ലോഡ്. കറക്റ്റ് മിഡിലാണ്, സെന്റേർഡ് ആണ് പോയിന്റ് ലോഡ്. സോ ഇക്വേഷൻ എന്ത് വരും? മൈനസ് WL by 8. Minus W, it is 12, L 3 meter divided by 8. Answer is minus 4.5 kilo Newton meter. Okay. BC-യിൽ 3 meter span ആണ്, കറക്റ്റ് സെന്റേർഡ് ആണ്. ഓക്കെ. ദെൻ M bar CB. ഇക്വേഷൻ പ്ലസ് WL by 8. സെന്റേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. WL by 8. ഓക്കെ. ഇറ്റ് ഈസ് 12 into 3 divided by 8. എന്താ?
എത്ര വരും? പ്ലസ് 4.5 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, യാ, നമുക്ക് ഇത് കറക്റ്റ് സെന്റർ ആയതുകൊണ്ടാണ് WL/8 എടുത്തത്. നോൺ സെന്റേഡ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? M⁻BC വരുമ്പം മൈനസ് WA_B²/L² M⁻CB വരുമ്പോ പ്ലസ് WA²B/L². അത് ഓർത്തോണം. ഇത് കറക്റ്റ് സെന്റേർഡും നോൺ സെന്റേർഡും വരുമ്പോൾ ഇക്വേഷൻ എടുത്ത് തെറ്റിക്കരുത്. ഓക്കെ, ദെൻ നമുക്ക് ഓവർഹാങ് ഉണ്ട് BD. സോ M⁻BD M⁻BD എന്താ? ഇതാണ് ഇങ്ങനെ. എന്താ? ഹോഗിങ് മൊമെന്റ് ആണ്. ഓക്കെ, മൈനസ് 10 × 1.5. ക്ലിയർ അല്ലേ? മൈനസ് 15 കിലോ ന്യൂട്ടൺ മീറ്റർ. എടുത്തത് ശ്രദ്ധിക്കണം. 10 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ് ആണ്, നമ്മൾ ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നത്. സോ ഹോഗിങ് ആണ്. ഓക്കെ, മൈനസ് 10 × 1.5. ഓക്കെ, നമ്മുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കഴിഞ്ഞു. M⁻AB, BA, M⁻BC, M⁻CB, M⁻BD. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ക്ലിയർ? യാ. സ്റ്റെപ്പ് 2, distribution factor. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ടാബിൾ കോളം വരയ്ക്കാം. ഓക്കെ, എന്തായിരുന്നു? ജോയിന്റ് മെമ്പർ പറഞ്ഞേ. റിലേറ്റീവ് സ്റ്റിഫ്നെസ് RS, then total relative stiffness TRS, and finally distribution factor. ഓക്കെ, ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് ഓർത്തോണം. ഓക്കെ, നമുക്ക് ഇനി ഫിഗറിലേക്ക് പോവാം. നമ്മുടെ ജോയിന്റ് ഏതാണ്? ഇവിടെ ജോയിന്റ് ഏതാണ്? B ആണ് ജോയിന്റ്. ബിന്ന് നമുക്ക് BA മെമ്പർ, BC member. Clear? Joint B. BA and BC. Okay? BA. Bയുടെ far end A. ബിയുടെ ഫാർ എൻഡ് A എന്താണ്? ഫിക്സഡ് ആണ്. റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്ത് വരും? I/L. ഇക്വേഷൻ I/L. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I എന്താ? ഹിയർ ഇറ്റ് ഇസ് I. L 4. I/4. Then BC. BCയുടെ far end എന്താ? C. This is B, far end C. It is also fixed. ഫിക്സഡ് ആണെങ്കിൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ് കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഇസ് I/L. Again നമുക്ക് ഫിക്സ്ഡ് ആണ്. I/L. I എന്താ? I here it is I and L 3 meter. ശ്രദ്ധിച്ചോണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേരിയും വന്നു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യണം. Then total relative stiffness. Total relative stiffness എന്താ? ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം. I/4 plus I/3 എന്ത് വരും? 7 I/12. ഓക്കെ, ഇനി നമുക്ക് എന്താ? ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇക്വേഷൻ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ ടോട്ടൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഓർമ്മയിലിരിക്കട്ടെ, മറക്കരുത്. Okay, relative stiffness divided by total relative stiffness. Distribution factor for member BA, it is I/4 divided by 7 I/4, it is 3/7. Then distribution factor for member BC, I/3 divided by 7 I/12, it is 4/7. Clear? Yes. Then step 3 എന്തായിരുന്നു? Moment distribution. Step 3 moment distribution. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇവിടെ ഫിഗർ ഇങ്ങനെയാണ്. നമ്മുടെ ഫ്രെയിം ഒരു T ഷേപ്പ് ഫ്രെയിം ആണ്. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വരയ്ക്കാം.
Okay, this is fixed, this is D, fixed A. Clear ആണോ? ഓക്കെ, ഇനി നമുക്ക് B, this is C. കാണുന്നില്ല? ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ BA ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3/7, BC ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4/7. ഓർത്തോണേ, കാര്യം നമുക്കിവിടെ ബോക്സ് വരയ്ക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ഒരു ജോയിന്റ് ബിയിൽ നമുക്ക് എത്ര മെമ്പർ ഉണ്ട്? BA ഉണ്ട്, BC ഉണ്ട്, അതുപോലെ ഓവർഹാങ് BD ഉണ്ട്. സോ നമുക്ക് ആദ്യം ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ഞാനിവിടെ എഴുതാം. ഇറ്റ് ഈസ് -3.2 പ്ലസ് then overhang moment -15, then ഇവിടെ -4.5, then +4.5. ക്ലിയർ അല്ലേ? യെസ്, ഇതായിരുന്നു. ഇനി ശ്രദ്ധിക്കണം, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്കായിരിക്കും എഴുതുന്നത്, ഇതിന്റെ നമ്മൾ ഇങ്ങോട്ടേക്കായിരിക്കും, ഇതിന്റെ നമ്മൾ ഇങ്ങോട്ടേക്കായിരിക്കും, ഇതിന്റെ നമ്മൾ ഇങ്ങോട്ടേക്കായിരിക്കും എഴുതുന്നത്. കൺഫ്യൂസ് ആവരുത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫിക്സ്ഡ് ആണ്, ഹിഞ്ച് കണ്ടീഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സോ നമുക്ക് എല്ലായിടത്തേക്കും മൊമെന്റ് ഉണ്ട്. ഇനി നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കുക. ആദ്യം നമുക്ക് ജോയിന്റിൽ എന്താ മൊമെന്റ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. മൊമെന്റ് ആഡ് ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്ത് കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ അടുത്ത് എഴുതണം. ക്യാരി ഓവർ പോവുകയാണെങ്കിൽ ക്യാരി ഓവർ മൊമെന്റ് പോകണം. എഗെയിൻ വീണ്ടും നമ്മൾ എന്നിട്ട് സമ്മപ്പാണ് ചെയ്യേണ്ടത്. ഇവിടെ ജോയിന്റ് ബി ആണ്. നമുക്ക് ഇവിടെ 3 മൊമെന്റ് ഉണ്ട്. ശ്രദ്ധിക്കണേ, ഇവിടെ നമുക്ക് 3 മൊമെന്റ് ഉണ്ട്. +3.2, -15, -4.5. ഇത് ആഡ് ചെയ്ത് ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് BAയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. ക്യാരി ഓവർ പോകും. ഇത് ഓവർഹാങ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇല്ല. BCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. ക്യാരി ഓവർ ഇങ്ങോട്ടേക്ക് പോകും. എന്നിട്ടായിരിക്കും സമപ്പിൽ പോകുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് 2 ഫിക്സഡ് ആൻഡ് മൊമെന്റ്സേ വരത്തുള്ളൂ. ഈ ഒരു T ഷേപ്പ് ഫ്രെയിം വന്നപ്പോൾ നമുക്ക് 3 മൊമെന്റ് വന്നു. മറക്കരുത്, ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇത് രണ്ടും മാത്രമായിട്ട് ചെയ്യും. അപ്പോഴും കൺഫ്യൂഷൻ, ഓവർഹാങ്ങിന്റെ എടുക്കണോ വേണ്ടയോ. ജോയിന്റ് ബിക്ക് 3 ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് വരുന്നുണ്ട്. സോ നമ്മൾ അത് 3 എടുക്കണം. അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്താ, ഇവിടെ +3.2 അല്ലേ ഉള്ളൂ, അപ്പൊ +0 അതാവും എന്ന് ചിന്തിക്കും. പിന്നെ കൺഫ്യൂസ് ആവും, ഇതുകൂടെ ആണോ ചെയ്യേണ്ടത്, വീണ്ടും കൺഫ്യൂഷൻ ആവും. സോ ജോയിന്റ് നോക്കുക, അതിന് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് വരുന്നത് നമുക്ക് എടുക്കണം. സോ കാൽക്കുലേറ്റർ എടുക്കുക. 3.2 -15 -4.5 സൈൻ ചേഞ്ച് ചെയ്തപ്പം 16.3 into 60 വേണേ നമുക്കൊന്ന് സൈഡിലേക്ക് എഴുതി വെക്കാം. 16.3 എന്താണെന്നറിയാം. പിന്നെ നമുക്ക് അടുത്തേണ്ടത് അതേ ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എടുത്താൽ പോരെ. ഇനി നമുക്ക് BAയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3/7ഉം BCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4/7 ആയിരുന്നു. അതും നോർമലി ഇരുന്നോട്ടെ. ഓക്കെ, അപ്പം BAയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 16.3 into 3/7 എത്ര വന്നു? 6.986. അത് നമുക്ക് എവിടെ എഴുതേണ്ടത്? ഇവിടെ +6.986. ക്ലിയർ ആയോ? വേണ്ടേ? സി കാണാമല്ലോ. ഇതിന്റെ ഓവർഹാങ് ഫിക്സഡ് ആണ്. ഓവർഹാങ് അല്ലല്ലോ, ക്യാരി ഓവർ പോവും. ക്യാരി ഓവർ ഇത് അങ്ങോട്ടേക്കാന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ട് തോന്നരുത്. എന്താ, /2 ഹാഫ് ആണ്. 50% ആണ് പോകുന്നത്. ഹാഫ് ഇറ്റ് ഈസ് 3.493. 3.493 ഇങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ ആഡപ്പ് ചെയ്യാം. ഇനി എന്താ, അപ്പൊ അവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് 3 ആഡ് ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഏത് BCന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. ക്യാരി ഓവർ ഇങ്ങോട്ടേക്ക് പോകണം.
സി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു 16.3 എങ്കിലും ഒന്നുകൂടെ ചെയ്തേക്കാം. 3.2 മൈനസ് 15 മൈനസ് 4.5 സൈൻ ചേഞ്ച് ചെയ്യുക. ഇറ്റ് ഈസ് 16.3 ഇൻറ്റു ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇറ്റ് ഈസ് 4/7. ക്ലിയർ അല്ലേ? യാ, ഇറ്റ് ഈസ് 9.314. അത് നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതണം. ചെരിഞ്ഞു പോയി കേട്ടോ, ശ്രദ്ധിച്ചോണേ. 9. ഇങ്ങനെ 4.5 ഇങ്ങനെ അങ്ങ് എഴുതാം കേട്ടോ, അപ്പം നിങ്ങൾക്ക് കൺഫ്യൂസ് ആകത്തില്ല. ഇങ്ങനെ എഴുതാം. -4.5 ഇവിടെ എത്ര കിട്ടിയത്? പ്ലസ് 9.314. അപ്പം നമുക്ക് എഴുതാനൊരു സൗകര്യമുണ്ട്. 4.5. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇതിന്റെ ക്യാരി ഓവർ ഇങ്ങോട്ടേക്ക് വരും. ഡിവൈഡ് ബൈ 2 എത്ര വന്നു? ഇറ്റ് ഈസ് 4.657. 4.657. ഇനി എന്താ നമുക്ക് സമപ്പ്. ഞാൻ റെഡിൽ നിങ്ങൾക്കൊന്ന് കൺഫ്യൂസ് ആവാതിരിക്കാൻ റെഡിൽ കാണിക്കാം. ഓക്കെ, ഇവിടെയും സം ചെയ്തു പോവാം. ഇവിടെ നമുക്ക് എന്ത് തന്നെ വരും? -15 തന്നെ വരും. ഇതിൽ സോറി, ഓക്കെ, ആഡ് ചെയ്തോ. -3.2 -3.2 പ്ലസ് 3.493 ഇറ്റ് ഈസ് 0.293. ഇനി ഇത് 3.2 plus 6.986. It is 10 plus 10.186. ഇനി നമുക്ക് ഇവിടെ ഇതെന്തായിരുന്നു? മൈനസ് അല്ലായിരുന്നോ? യെസ്, കൈ പോയി. -4.5 plus 9.314. It is plus 4.814. ക്ലിയർ അല്ലേ? കാണുന്നുണ്ടല്ലോ? പ്ലസ് 4.814. ഹിയർ ഇറ്റ് ഈസ് പ്ലസ് 4.5 പ്ലസ് 4.657. 9.157 പ്ലസ് 9.157. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ജോയിന്റ് ഇക്വിലിബ്രിയത്തിൽ ആയോ നോക്കണം. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന മൊമെന്റ് ബി ജോയിന്റിൽ ഇത് 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 നോക്കാം. 10.186 minus 15, this one, plus 4.814. Yeah, 0. ഇക്വിലിബ്രിയത്തിലായി. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ജോയിന്റ് ബി നമുക്ക് ഇക്വിലിബ്രിയത്തിലായി. ബി എ നമുക്ക് വന്നത് പ്ലസ് 10.186, ബി ഡി ഓവർഹാങ് -15, ദെൻ ബി സി പ്ലസ് 4.814. സോ നമുക്ക് ഇക്വിലിബ്രിയത്തിലായി. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് എന്താ? ബെൻഡി മൊമെന്റ് ഡയഗ്രാം ഡ്രോ ചെയ്യാം. ബെൻഡി മൊമെന്റ് ഡയഗ്രാം സ്റ്റെപ്പ് നമ്പർ 4. ബെൻഡി മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഫിഗർ വരയ്ക്കാം. കാണാമോ? യെസ്. ഓക്കെ, സി ഡി ബി ബി എ. ഓക്കെ, നമുക്ക് എം എ ബി നമുക്ക് കിട്ടിയ എന്തായിരുന്നു? പോയിന്റ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് നമുക്ക് വരേണ്ടത് മൈനസ് ആണ് ഇവിടെ വരേണ്ടത്. പക്ഷെ നമുക്ക് വന്നത് പ്ലസ് 0.293. സോ താഴെ ആയിരിക്കും. സോറി, ഓക്കെ, 0.293 നമുക്ക് താഴോട്ടായിരിക്കും.
ദെൻ ബി എ നമുക്ക് വന്നത് പ്ലസ് ആണ് വന്നത് 10.186. സോ നമുക്ക് മുകളിലേക്കായിരിക്കും 10.196 10.1 കാണാമോ 10.186. ഓക്കെ, നമുക്ക് പിന്നെ ബി ഡി എംബാർ ബി ഡി നമുക്കൊരു -15 ഉണ്ടായിരുന്നു. സോ ഇവിടെ മൈനസ് ആണ്, നമുക്കിവിടെ -50. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓക്കെ. ദെൻ ഇവിടെ 15. ഇനി ബി സി നമുക്ക് വന്ന എത്ര ആയിരുന്നു? +4.814. പക്ഷെ ഇവിടെ മൈനസ് ആണ്. സോ നമുക്ക് ഇവിടെ 4.814. സി ബി പ്ലസ് ആണ് നമുക്ക് വന്നത് 9.157. 9.157. ഇനി നമുക്ക് എന്താ ഫ്രീ ബെൻഡ് മൊമെന്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ഒരു യു ഡി എൽ ഉണ്ട്. ഇവിടെ നമുക്കൊരു പോയിന്റ് ലോഡും ഉണ്ട്. യു ഡി എൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു? WL²/8. ഇറ്റ് ഈസ് W എന്താ 2.4 × L 4²/8. എത്ര വന്നു? 4.8. ഇനി നമുക്ക് ഇത് എ ബി 4 മീറ്റർ സ്പാൻ ആയിരുന്നു. ഇനി നമുക്ക് എന്താ ബി സിയിൽ നമുക്കൊരു പോയിന്റ് ലോഡാണ്. സോ കറക്റ്റ് ബി സി 3 മീറ്റർ കറക്റ്റ് സെന്റർ ആണ്. സോ ഇറ്റ് ഈസ് WL/4. W എന്താ 12 L 3/4. ഇറ്റ് ഈസ് 9 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് വരും. വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് സെൻട്രലായിട്ട് ഓക്കെ, നമുക്ക് ഇനി ഈ പോയിന്റും ഈ മിഡ് പോയിന്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ മിഡ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്താ നമുക്ക് ഇവിടെ 0.293, ഇത് 10.196. ഓക്കെ, 10.186 - 0.93 ഡിവൈഡഡ് ബൈ സ്പാൻ എത്രയായിരുന്നു? 4 മീറ്റർ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 2. എത്ര വന്നു? 10.186 - 0.293 divided by 4 into 2. It is 4. X is equal to 4.9465. നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 4.8 minus 4.8 0.1465, and this point is 0.1465. okay, okay. Then ഇനി നമുക്ക് ഈ പോയിന്റോടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്തായിരുന്നു? 9.157 this and this minus 4.814 divided by span 3 equal to x divided by 1.5. 9.157 minus 4.814 divided by 3 into 1.5. It is x is equal to 2.1715. നമുക്ക് ഈ വാല്യൂ എത്ര കിട്ടിയ? 9. സോ മൈനസ് 9 എത്ര വന്നു? 6.82. ദിസ് പോയിന്റ് ഈസ് 6.8285 കിലോ ന്യൂട്ടൺ മീറ്റർ. നമുക്ക് മിഡ് പോയിന്റും കിട്ടി. ഇനി എന്താ? ദിസ് ഇസ് ദ ഡയഗ്രാം. നമുക്ക് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം, ഫൈനൽ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ റിയാക്ഷൻസോടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ്, step number 5, reactions. Okay,
നമുക്ക് ആദ്യം വേർട്ടിക്കൽ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, പിന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ്. സോ ഹിയർ സി ആണ് വേർട്ടിക്കൽ ഹൊറിസോണ്ടൽ മൊമെന്റ്. കാരണം ഫിക്സ്ഡ് ആണ്, വേർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, മൊമെന്റ് ഉണ്ട്. ഇവിടെയും വേർട്ടിക്കൽ, വി എ, ഹൊറിസോണ്ടൽ ആൻഡ് മൊമെന്റ്. ഓക്കെ, വി സി, എച്ച് സി. നമുക്ക് ഇത്രയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് വേർട്ടിക്കൽ റിയാക്ഷൻസ് നോക്കാം. വി എ മൈനസ് ഓഫ് വി എ മൈനസ് ഓഫ് എന്താ, എം എ ബി പ്ലസ് എം ബി എ. ഓക്കെ, മൈനസ് ഓഫ് എം എ ബി. എം എ ബി നമുക്ക് എത്രയാ വന്നത്? 0.293 പ്ലസ് എം ബി എ നമുക്ക് എത്ര വന്നു? 10. എല്ലാരും ചെയ്തത് നോക്കണേ. 10.186. വാല്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. പിന്നെന്തുണ്ട്? നമുക്ക് ബി എയിലെ മൊമെന്റ് ഉണ്ട്. ഓക്കെ, വി എ നമുക്ക് എടുക്കുമ്പോൾ ബിയിൽ വെച്ച് മൊമെന്റ് എടുക്കാം. സോ അല്ല, ഇവിടെ നമുക്ക് എന്താ ഒരു ഓവർഹാങ് കൂടെ ഉണ്ട്. -15 എം ബി ഡി അതുകൂടെ ഉണ്ട്, -15. ഇനി നമുക്ക് ബിയിൽ വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആന്റി ക്ലോക്ക് വൈസ് -2.4 × 4 × 4/2. പിന്നെന്തുണ്ട്? ഇവിടേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ഇതുണ്ട് 10 × 1.5 അറ്റ് ഇസ് ക്ലോക്ക് വൈസ് പ്ലസ് 10 × 1.5. ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ എന്താണ്? സ്പാൻ. വി എ ഇൻറ്റു 4. വി എ ഇൻറ്റു 4 നമുക്ക് ഇവിടേക്ക് 4. ഓക്കെ, എത്ര വന്നു? യാ, പ്ലസ് 2.18025 കിലോ ന്യൂട്ടൺ. അപ്വേർഡ്, പോസിറ്റീവ് ആണ്, അപ്വേർഡ്. ഓക്കെ, ദെൻ വി സി. വി സി എം വി സി ഇത് എടുക്കുമ്പോൾ നമുക്ക് മൊമെന്റ് എവിടെ വെച്ച് എടുക്കാം? എയിൽ വെച്ച് മൊമെന്റ് എടുക്കാം. ഓക്കെ, വി സി ഇൻറ്റു എന്താ? വി സി ഇൻറ്റു 4 വരും. ഓക്കെ, അപ്പൊ സോ ഡിവൈഡ് ബൈ 4 നമ്മൾ ആദ്യമേ അങ്ങ് എഴുതി. ഇനി എന്താ? ഇവിടെ വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ എം എ ബി 0.293 പ്ലസ് എം ബി എ 10.186 എം ബി ഡി -15. അത്രയും മൊമെന്റ് ഉണ്ട്. പിന്നെന്താ? എയിൽ വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് പ്ലസ് 2.4 × 4 ഡിവൈഡ് ഇൻറ്റു 4/2. എന്തുണ്ട്? പിന്നെ 10 ഉണ്ട്. 10 ഇത്രയും ഉണ്ട് ഡിസ്റ്റൻസ്. 10 × 4 പ്ലസ് 1.5 പ്ലസ് 10 × 4 പ്ലസ് 1.5 ദാറ്റ് ഈസ് 5.5. ഓക്കെ, ഇത്രയും വരുന്നുണ്ട്. ഇങ്ങടേക്ക് എയിലേക്കാണ് നമ്മൾ വി സി കാണാൻ. എന്താ വി സിയുടെ ലൈൻ ഓഫ് ആക്ഷൻ? ഇങ്ങനെയാണ്. സോ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? 4. അപ്പൊ വി സി ഇൻറ്റു 4. ആ 4 ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതിയേക്കുന്നത്. ക്ലിയർ? പെട്ടെന്ന് ആൻസർ എടുത്തേ. ഇറ്റ് ഈസ് പ്ലസ് 17.4197 കിലോ ന്യൂട്ടൺ. ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ് അപ്വേർഡ്. നമുക്ക് എന്താ ഇനി നമുക്ക് ശ്രദ്ധിക്കണം. ഇത്രയും കിട്ടി. നമുക്ക് വി സിയും വി എയും നമുക്ക് അപ്വേർഡ് ആണ് കിട്ടിയത്. നമുക്ക് ഡൗൺവേർഡ് ആയിട്ട് 24 യു ഡി എല്ലും ഉണ്ട്, 2.4 യു ഡി എല്ലും ഉണ്ട്, 10 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡും ഉണ്ട്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ദിസ് ഇസ് വേർട്ടിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടലിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം, ഇക്വിലിബ്രിയം ഡയഗ്രാം വരയ്ക്കാം. ദെൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് എന്താ? എച്ച് എ ആൻഡ് എച്ച് സി. ഫസ്റ്റ് എച്ച് എ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. പോർട്ടൽ ഫ്രെയിം. ദിസ് ഇസ് എച്ച് എ ആൻഡ് ദിസ് ഇസ് എച്ച് സി. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്നത് ഈ പോർഷൻ ഇല്ല. സോ നമ്മുടെ എച്ച് എ ഇവിടെയാണ്, ഒരു മൈനസ് വരും. ഓക്കെ, കാരണം ഇത് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണ്. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് മൈനസ് വരും. എന്താ? ഇൻറ്റു ബി സി. ബി സി നമുക്ക് മൊമെന്റ് എത്രയാ? 4.814 പ്ലസ് ഇത് സി ബി നമുക്ക് എന്താ വന്നിരിക്കുന്നത്? 9.157. ഓക്കെ, നമ്മൾ ഇവിടുന്ന് മൊമെന്റ് എച്ച് എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെന്റ് എടുക്കുന്ന എവിടെ വെച്ചിട്ടാണ്? സിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, സിയിൽ വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ ഇത് ഡിവൈഡ് ബൈ, അപ്പൊ എന്താ? എച്ച് എ ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3. മൊമെന്റ് ബി സി പ്ലസ് സി ബി. ക്ലിയർ ആയോ? സി ബി. പിന്നെന്തുണ്ട്? ഇനി നമുക്ക് ഇവിടെ ഒരു 12 കിലോ ന്യൂട്ടൺ ഉണ്ട്, പോയിന്റ് ലോഡ് ഉണ്ട്. സിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് -12 × 1.5. ഓക്കെ, എത്ര വന്നു?
1.343 കിലോ ന്യൂട്ടൺ. ഓക്കെ, പോസിറ്റീവ് ആണ്. ഓക്കെ, ദെൻ HC നമ്മൾ എടുക്കുമ്പോൾ HC ഇത് എടുക്കുമ്പോൾ നമ്മൾ മൊമെന്റ് എടുക്കേണ്ട എവിടോട്ടാ? ബിയിലേക്ക് മൊമെന്റ് എടുത്തു. സോ MBC 4.814 പ്ലസ് CB 9.157. നമ്മൾ ബിയിലേക്ക് മൊമെന്റ് എടുക്കുന്നത്. ബിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ 12 എന്താ? 12 ക്ലോക്ക് വൈസ്. അപ്പൊ എന്താ? പ്ലസ് 12 ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ എന്ത് വന്നു? 3. ആൻസർ എത്രയാ? പ്ലസ് 10.657. അതും പോസിറ്റീവ് ആണ്. സോ ഓക്കെ, കിലോ ന്യൂട്ടൺ. സോറി. ഓക്കെ, നമ്മുടെ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. സ്വേ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നോൺ സ്വേ ആയി. ഓക്കെ, ഇത് വരയ്ക്കട്ടെ. സോറി, നമ്മുടെ കാണാമോ? D, C, A, B. നമുക്കിവിടെ പോയിന്റ് UDL ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 12. 2.4. ഇത് 4 meter. This is 3 meter. 1.5. 1.5. Here a point load 10. It is 1.5. ഇത്രയായിരുന്നു നമ്മുടെ ഫിഗർ. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ വാല്യൂസ്. നമുക്ക് VA equal to 2.18. Then VC 17.4197. Then HA നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. HA 1.343 and HC ഇങ്ങനെയാണ് 10. HC തന്നെ എഴുതാം. HC 10.657. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ ഫോഴ്സ്. നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സും ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും കിട്ടിയത്. ഇനി ചെക്ക് ചെയ്യാം. നമുക്ക് വെർട്ടിക്കൽ ചെക്ക് ചെയ്യാം. അപ്വേർഡ് 2.18 കിലോ ന്യൂട്ടൺ, VC അപ്വേർഡ് 17.17, ഡൗൺവേർഡ് 2.4ഉം 10ഉം. ഓക്കെ, 2.4 ഇൻറ്റു 4 എന്താ? UDL ആയിരുന്നു. പ്ലസ് നമ്മളെന്താ അപ്വേർഡ് പോസിറ്റീവ് ഡൗൺ അങ്ങനെയല്ലേ എടുത്തത്. അപ്പം അപ്വേർഡ് ആദ്യം എടുക്കാം. 2.18 VA പ്ലസ് VC 17.4197, ഡൗൺവേർഡ് -10 മൈനസ് 2.4 ഇൻറ്റു 4 എന്താ വന്നേ? 0. ഓക്കെ, VA പ്ലസ് VC മൈനസ് 2.4 ഇൻറ്റു 4 മൈനസ് 10 0. ഇക്വിലിബ്രിയത്തിലായി. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടലിലൂടെ നോക്കാം സ്വേ ഉണ്ടോന്ന്. ഓക്കെ, ഇങ്ങോട്ടേക്ക് HA 1.34, ഇങ്ങോട്ടേക്ക് HC 10.67, ഇങ്ങോട്ടേക്ക് ഹൊറിസോണ്ടൽ 12. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ്. പ്ലസ് 1.343 പ്ലസ് 10.657 മൈനസ് 12 എന്താ? 0. സോ നമുക്ക് സ്വേ ഫോഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നോൺ സ്വേ അനാലിസിസ് മാത്രമേ ഉള്ളൂ. സ്വേ നമുക്ക് ഇല്ല. ഇനി നമുക്ക് സ്വേ അനാലിസിസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം സ്വേ ഫോഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നോൺ സ്വേ അനാലിസിസ് മാത്രം മതി. ഇവിടെ സ്വേ ഡെൽറ്റ ഒന്നും പോകുന്നതേ ഇല്ല. സ്വേ അനാലിസിസിലേക്ക് നമുക്ക് മൂവ് ചെയ്യേണ്ട. ഇത്രയുമേ ഉള്ളൂ. സാധാരണ പോലെ തന്നെ നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കണ്ടുപിടിച്ചു. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രെയിം നമുക്കൊരു T ഷേപ്പ് ആണ്. സോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. അതിനുശേഷം നമ്മൾ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ പോർട്ടൽ ഫ്രെയിം അല്ല. ഇങ്ങനത്തെ ഒരു ഫ്രെയിം വരുമ്പോൾ നമുക്ക് HA കാണുമ്പം VA കാണുമ്പോഴും ഉള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് എങ്ങോട്ടേക്കാണോ മൊമെന്റ് എടുക്കുന്ന ആ ഡയറക്ഷൻ വെച്ചങ്ങ് എടുത്തോണ്ടാൽ മതി. Clear? Have a nice day.